പണം കാണാതാവുക എന്നതിനർത്ഥം ആരോ മോഷ്ടിച്ചു എന്നല്ലേ? അത് സാരമില്ല അമ്മ, ഇനി ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇതുവരെ നമ്മുടെ വീടാണല്ലോ എന്ന് കരുതിയ ഞാൻ ഷെൽഫ് കൂട്ടി താക്കോലോടെ തന്നെ വെക്കാറ്. ഇനി താക്കോൽ അമ്മ വെച്ചാൽ മതി. അത് മതി. ഇന്നത്തെ കാലം ഉറപ്പില്ലാതെ ആരെയും ഒന്നും പറയാനും കഴിയില്ല. നീ ആ കാശെടുത്ത് മറ്റേ പയ്യന് കൊടുത്തു അല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവനാണെങ്കിൽ വിവാഹം വരെ കാത്തു നിൽക്കാൻ കഴിയില്ലെന്ന് അങ്ങനെ പറയുമ്പോ നീ എന്താടി തമാശ പറയുവാണോ? എന്ത് ധൈര്യത്തിലാ നീ അവന്റെ മുറി കയറി പണം എടുത്തത്? എത്ര ഉള്ളവനായാലും അവരവരുടെ പണത്തിന് കൃത്യമായൊരു കണക്കുണ്ടാവും. എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല അമ്മേ. അവൻ എന്നെ ഒരു വിധത്തിലും വിടുന്നില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും നോക്കാതെ ഇങ്ങനെ എടുത്തു ചാടല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ഗിരിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ടവളാ നീ. നിന്റെ ബന്ധുക്കൾ വരുന്നത് തന്നെ കാര്യങ്ങൾ കിടപ്പെന്താണെന്ന് അറിയാനായിരിക്കും. അതിനിടയ്ക്ക് നമ്മളായിട്ട് തന്നെ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണോ? എന്തായാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഏതായാലും വരട്ടെ, അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് നമ്മൾ കൊണ്ടുപോകാത്തതിന് വിഷമിക്കും. ഇനി ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് കൊണ്ടുപോകാണ്ടിരിക്കണ്ട. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം അവനെ. വേണ്ട, ഞാൻ തന്നെ പോവാം. ആവശ്യം എന്റേതല്ലേ. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ ആളും തരവും നോക്കി കൂട്ടുകൂടണമെന്ന്. അന്ന് നിങ്ങൾ എന്നോട് ഗിരിയേട്ടിന് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ അതിൽ തെറ്റ്? പിന്നെ തെറ്റല്ലാതെ അവൻ നല്ലവനായിരുന്നെങ്കിലേ ഇന്ന് ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? തൽക്കാലം ഗിരിയേട്ടനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്മയായിട്ടൊന്നും അറിയിക്കാതിരുന്നാ മതി. ഞാനായിട്ട് പറഞ്ഞിട്ട് വേണോ അവനത് അറിയാൻ? കൊഞ്ചാതെ വേഗം ഡ്രസ്സ് മാറ്റി വന്നേ. ഞാൻ പോകുന്നില്ല അമ്മേ, എനിക്ക് വയ്യ. എനിക്ക് സ്കൂളിൽ പോണം. അവൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നിർബന്ധിക്കുന്ന? അത് അവന്റെ അച്ഛനാ തീരുമാനിക്കുന്നത്. ഞാനേ അവന്റെ അമ്മയാ. കുഞ്ഞിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവനെ വിടുന്നില്ല എന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞേക്ക്. നീ പിറകിന്ന് കളിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പുറകിൽ നിന്ന് കളിക്കാനൊന്നും ഞാൻ അത്ര വിദഗ്ധയല്ല. അതിന് കഴിവുള്ള മറ്റു ചിലരിവിടെ ഉണ്ട്. കാണേണ്ട കാഴ്ചകളുമായി വസുധ മറ്റൊരു വഴിത്തിരിവിലേക്ക്. ആരാണ് മാനവ്? ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത്? താൻ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. കുട്ടിയെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഇനി അവൻ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? കണ്ണീരും കുറ്റപ്പെടുത്തലുമായി നിന്ന കുടുംബങ്ങളിലേക്ക് പുതിയ അതിഥി എത്തുന്നു. മാനവ് സത്യം പുറത്തു കൊണ്ടുവരാൻ ആരെക്കൊണ്ട് സാധിക്കും? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ.